എന്താ കണ്ടില്ലേ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് പിന്നെ അവനക്ക് വേണ്ട ഒരു പുഡിങ് ഉണ്ടാക്കാം. Sad? Why you sad? ഇവൻ നോക്കിക്കൂടെ എന്തിനാ ഓടി കളിക്കണേ? കളിക്കണോ? കളിച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ബ്രദർ വന്നു, പിന്നെ ഇന്ന് നമ്മൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളും അങ്ങോട്ട് പോയി. അങ്ങനെ ഒരുപാട് ബിസി ആയിപ്പോയി രാവിലെ എണീക്കുമ്പോൾ തന്നെ. സോ ഈവനിങ് ടൈം ആകുമ്പോൾ ഞാനും വല്ലാതെ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ക്ഷീണിച്ച് പോയി കേട്ടോ ഒരുപാട്. അങ്ങനെ ഇനി ഒരുപാട് വീട്ടിലത്തെ വർക്കൊക്കെ ഉണ്ട്, അതൊന്ന് ഫിനിഷ് ആക്കണം. അപ്പോൾ ഞാനും അവരെ കൂടെ പോയാലൊന്നും നടക്കില്ല. അപ്പോൾ ഉമ്മ ആണെങ്കിലും പിന്നെ അവന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഡ്രസ്സൊക്കെ കൊണ്ടുവരില്ല കേട്ടോ, കാരണം അതൊക്കെ പാക്കിംഗ് എല്ലാം ഫുള്ളായിട്ടുണ്ടാവല്ലോ. സോ ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങുമല്ലോ. അതുകൊണ്ട് ഉമ്മ മണിയന് സ്കൂട്ടിയിലാണിപ്പോൾ പോയത്. ഇൻഷാല്ല ഞങ്ങൾ ഒരുപാട് ലോഗൊക്കെ വരുന്നുണ്ട് അനിയൻ്റെ കൂടെ. അപ്പം ഇന്ന് കുട്ടികളുടെ കൂടെ ഫണ്ണി മൂമെൻറ്റും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ചെറിയ ലോഗാണ് കേട്ടോ. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. ഓൾറെഡി ഇന്നാലുണ്ടാക്കിയ ഫുഡ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഫിഷ് വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ്. അവനക്ക് പിന്നെ അങ്ങനെ ഒരുപാട് ഫുഡ് അങ്ങനെയൊന്നും വേണമെന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു പുഡിങ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഓക്കെ പുഡിങ് ഉണ്ടാക്കാമെന്ന്. സോ ഇൻഷാല്ല ഇപ്പം എൻ്റെ പുഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. നോർമലി ഒരുപാട് വൈറലായിട്ടുള്ള പുഡിങ്ങാണ്. ഇവൻ പുഡിങ് കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല, കാരണം ഇവൻ ജിമ്മോ കാര്യങ്ങളൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എപ്പോഴെങ്കിലും നാട്ടിൽ വരില്ല, 7 days ലീവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവന് എന്തായാലും ഒരു പുഡിങ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഞാൻ ഇന്നൊരു അവനക്ക് വേണ്ടി പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീടൊക്കെ കണ്ടില്ലേ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് പിന്നെ അവനക്ക് വേണ്ട ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം മറക്കരുത്. അപ്പോൾ നമുക്ക് My son is talking in English only. Who is peeing on the bed? Huh? Who is peeing? Not you. Nikkipa 10 kg chocolate ತಂದೊಳ್ಳಲ್ಲ ನೆಕ್ಸ್ಟ್ ಕೊರಡಿ 1 kg ಮಾತ್ರವಾ 1 kg chocolate. You want what you want? I want some Toothbrush. Why you want a toothbrush? because I want brush. Why your nose is dancing when you are speaking? Why are you laughing? He's showing his nose like dancing. He's showing. Don't do like that. It's very bore. ಅದಕ್ಕೆಲ್ಲ ಬೇಗ ತಲೆಗೆ ಮಾಡಿ. Hey, no. Mishu. No. Give me your talent. You should come and show. If he is telling lies, then beat him. Come. Why you are not beating Come, him? Mishu, come. Truth, right? He When you talking. not happy. He's angry. Beat him, Mishu. Come, Mishu, beat him. Mishu. Beat him. He's telling lies. Come. Ibanga told Ishgaka beat Moise. Come. Beat him. Just slap him. 2 slaps. Ya Rabbi, Ishu, Moise slapping you, Ishu. Don't leave him. Don't. Sitting here. Yes, 2 slaps. No. Go. Come here. See. Come to this. He's putting on every blame he's putting on. Just tell that why you are telling my name and why you are doing that. Big slap. No. He's slapping you. Don't leave him. Slap. Ishu, don't leave him, Ishu. He's telling everything he's putting on you. He's blaming you. It's not good. Go there and do
go there and do something to. I love the. You are telling his name. You are doing all the bad things. See, He see. name is brother. He is not afraid of you. Sorry, Moise. Hug po. Sorry. No, Sorry, guys. Book color. Huh? book color. Book color you want? Why you Then book how, color? you don't know how to draw it. Then why do you want book color? Because the issue See again. don't get to issue. See, your nose is dancing. Don't See, again your nose is dancing. Ibuka asking why your nose dancing. Ibuka asking why your nose is dancing. Color book pilaka. Color book fine. Why you want color book? Because we are color book in the card. Car in the car. You want that? అది బాగుండే కలర్ బుక్ కార్లు ఉండులా ఫైండ్ అవుట్ ఒక పాయింట్ ఫైండ్ అవుట్ దట్ బుక్ అక్క నాట్ యాంగ్రీ దట్స్ వై యూ పుట్ ఇన్ ద ఫ్రిడ్జ్ ఈ బుక్ అక్క యాంగ్రీయా యు ఆర్ నాట్ యాంగ్రీ యు సాడ్ వై యు సాడ్ ಇಶು ಬೀಟಿಂಗ್ ಅದ ಇಬ್ಬು ಕಾಕ ನೀ ಚಂದಾಲ ಇಷ್ಟ ಬೀಟ್ ಹಾಕೋಗು ಒನ್ ಡೇ No, I didn't say it should move. ಅದಕ್ಕೊಂದು ಡಿಬ್ಬು ಕಾಕಟ್ರೆ ಒನ್ ಆ್ಯಂಗ್ರಿ ಇಲ್ಲ ಯು ಆ್ಯಂಗ್ರಿ ಅವ್ರು ಇಬ್ಬು ಕಾಕ ದಂಡ್ಗೆ ಇಬ್ಬು ಕಾಕ ಆ್ಯಂಗ್ರಿ ದಟ್ಸ್ ನೋ ಪ್ರಾಬ್ಲಮ್ ಓಕೆ ಯು ಆ್ಯಂಗ್ರಿ ಯು ಆಸ್ಕಿಂಗ್ ವೈ ಯುವರ್ ನೋಸ್ ಡ್ಯಾನ್ಸಿಂಗ್ ಲೈಕ್ ದಟ್ Other than why you dance? Huh? Hey, don't do. Hey, boring that. That's boring, Moise. Hey. Don't do it, chicha. Hey. Then go watch him. Oh my God. ತಗೊಂಡು ನಲ್ಲ ಉಡಲ್ಲೇ ಜಂಡಲ್ಗೆ bike travel for vibe bike vibe ಪತ್ತಿರ ನೇರ್ಗೆ ಹಾಕೋಣ ಪತ್ತಿರ ಮನೆಯಲ್ಲೇ ಕೊಂಡಿಟ್ಟವ್ಡೆ ಇನ್ನು ಇಲ್ಲ ಅದೇ ಬೇರೆ ಅಂದ್ರೆ ಹಾಕೊಂಡು ಚಪಾತಿ ಜೊತೆಗೆ ಮೇಯವಳೆ ಕರಿ ಮಿಸ್ಟರ್ അങ്ങനെ രണ്ടൽ പോയി ഹലോ ഡ്രസ്സ് ഒരുപാട് മടിയാനായിട്ട് ഇങ്ങനെ തപ്പാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിലൊരു പെർ പീസ് 8 കിട്ടി കേട്ടോ അപ്പോൾ ഇതിൽ ആവശ്യമുള്ള ഡ്രസ്സ് കാരണം ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ വുമൻസ് ആണെങ്കിൽ ഡേ ഡ്രസ്സ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഡ്രസ്സൊക്കെ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനത്തെ ഇതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊരു എനിക്ക് അഫോർഡബിൾ വാങ്ങിയിട്ട് ഇതിനൊരു 6 പീസ് 800 ആണ് പക്ഷേ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് പക്ഷേ കുട്ടികളൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നവർക്ക് ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നി കാരണം നമ്മളിങ്ങനെ ഒപ്പം തന്നെ നല്ല ഡ്രസ്സൊക്കെ മടക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ വയ്ക്കുമല്ലോ ഇതൊക്കെ ഞാനിപ്പോൾ എടുക്കുന്ന ഡ്രസ്സാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ ഫുഡ് ഐറ്റംസ് ഗസ്റ്റ് വരുമ്പം പിന്നെ ചോക്ലേറ്റ്സ് അത് ഇതൊക്കെ കൊടുത്ത കവേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഇനി കിച്ചൺ കണ്ടില്ലേ കിച്ചണിൻ്റെ അവസ്ഥ നോക്കൂ ഇതൊക്കെ ഇപ്പോൾ വൃത്തിയാക്കണം കണ്ടില്ലേ കിച്ചൺസ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും അവരെ കൂടെ പോയാലുണ്ടല്ലേ ഇപ്പം നടക്കുന്ന കേസല്ല ഇപ്പം ഹാളാണെങ്കിൽ കണ്ടില്ലേ ഇതാ ഇതുപോലെയാണ് കിടക്കുന്നത് ഇതൊക്കെ ഇപ്പം വൃത്തിയാക്കണം പിന്നെ കുട്ടികൾക്ക് ഉച്ചശേഷം സ്കൂളും ലീവാണ് എൻ്റെ റൂമാണെങ്കിൽ ഞാൻ ഒരു ഇത്തിരിയെങ്കിലും വൃത്തിയിൽ സൂക്ഷിച്ച് വയ്ക്കുള്ളൂ
പിന്നെ ഇതാ ഇതെല്ലാം കുട്ടികൾ ഇരുന്ന് അവർ പ്ലേസ് കണ്ടില്ലേ, കണ്ടോ? ഇതൊക്കെ ഇവിടെ താഴെ ഫുഡ് ഐറ്റംസ് അതൊക്കെ ഇട്ടിട്ടാണ്. എത്ര തവണ ഇന്ന് അടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും. പിന്നെ ഇതാ ഇത് ഉമ്മാൻ്റെത്, ഇതാ ഉമ്മാൻ്റെ റൂമിൻ്റെ അവസ്ഥ നോക്കൂ. ഇതാ ഈ സാധനങ്ങൾ ഇവിടെ തന്നെ കഴിച്ചിട്ട് ഇതിവിടെ തന്നെ ഉണ്ട്, ഫ്രൂട്ട്സൊക്കെ. കാരണം ഉമ്മാൻ്റെ പരിപാടി ഇതാണ്, ഇതിനൊരു കഴിക്കാനുള്ള പ്ലേസിനൊക്കെ ഉണ്ടല്ലോ. ഉമ്മ എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ളവർക്ക് ഒരു പ്രത്യേകമായ ഒരു സ്ഥലമൊന്നുമില്ല. അത് ബെഡ്റൂമിൽ ഞങ്ങൾ ഇരുന്നാലും അത് ബെഡ്റൂമിൽ തന്നെ കൊണ്ടുവരും. പിന്നെ ഇത് വത്തക്കണ്ട് തൊലിൻ്റെ ഈ അവസ്ഥ കണ്ടില്ലേ, ഇതിൻ്റെ തൊലി വരെ, ഇതിൻ്റെ വത്തക്കൻ്റെ കാലി ആ തൊലിൻ്റെ ആ വൈറ്റ് കളർ ഉണ്ടല്ലോ, അത് ഭയങ്കര എൻ്റെ മൊയ്സിന് ഇഷ്ടമാണ്. അത് കറച്ച് കഴിച്ചിട്ട് ആ വത്തക്കണ്ണ ഷേപ്പില്ലാത്ത പോലെ ആക്കി. അപ്പം എന്തായാലും നമുക്കിന്ന് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാക്കാം. അതുവരെ നിങ്ങളും റെസ്റ്റ് ചെയ്യും, ഞാനും ക്ലീൻ ചെയ്ത ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ പുറത്തത്തെ കാര്യം, പുറത്തു നിന്നുണ്ടല്ലോ അടിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇന്നുള്ള ഒരുപാട് പൊടിയും പിന്നെ ബെഡ്ഷീറ്റും, ഞാൻ നമ്മളെ കാറിൻ്റെ കവറ്, ബെഡ്ഷീറ്റും ഇതൊക്കെ ഞാൻ കുറച്ച് അടിച്ചുകൂടെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ പണിങ്ങൾ. അപ്പോൾ ഞാൻ ഷൂസ് ഇതെല്ലാം ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കാണാം. ബാ, ഒന്ന് ക്ലീൻ ചെയ്യട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന ടൈം എത്രയാണെന്ന് മനസ്സിലാവണ്ടേ? ഇതാ 6 മണിയാണ് കേട്ടോ, 6:10. അപ്പോൾ എനിക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 7 മണിക്കുള്ളിൽ എല്ലാം വർക്ക് തീരണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. മോൾ വന്നത് കണ്ട് ഉമ്മക്ക് ഒരു 5 സിമ്പിൾ ലൈഫ്. വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടോ. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പുഡിംഗ് ഉണ്ടാക്കണം. വീട് കണ്ടില്ലേ, വീട് ക്ലീനാക്കി. ഒരാൾക്ക് മൊബൈൽ കൊടുത്തിട്ടാണ്, ഒരാൾ ടി വി നോക്കുന്നത്. അത് ഇപ്പം വേണ്ട കേട്ടോ, ഇപ്പം വേണ്ട. അത് ഷട്ടർ അക്കൗണ്ട് കുറഞ്ഞേക്കണം, വെറുതെ പറയുന്നതാണ് കേട്ടോ. അപ്പം എല്ലാ വീട് വൃത്തിയാക്കിക്കണ മടക്കേ. ഇനിയുണ്ട് കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ. വീട് വൃത്തിക്കേടാക്കരുത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ പുഡിംഗൊക്കെ ആക്കി റെഡിയാക്കിയിട്ട് വയ്ക്കും. ഇതൊക്കെ ക്ലീനാക്കി ഇവിടെ റൂം അണിയനക്കാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഈ റൂമ്. ഓക്കെ, എപ്പോഴും. അപ്പോൾ നമുക്കിന്ന് പുഡിംഗ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ഒന്ന് 5 മിനിറ്റ്സ് ഇതാക്കിയിട്ടുണ്ട്. എൻ്റെ ബ്രദറിന് ഇഷ്ടമാണ്, രാവിലെ തുടങ്ങിയിട്ടുണ്ട് പുഡിംഗ് ഉണ്ടാക്കുന്നത്. വെച്ചു പാത്രം വെച്ച് കാണുന്നില്ലായിരിക്കല്ലേ. മൈ ഗോഡ്. ഓക്കെ, ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഞാനേ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. സ്വീറ്റിൻ്റെ ആവശ്യം കേട്ടോ. ഇത് നമ്മളിപ്പോൾ ജെല്ലി കൺസിസ്റ്റൻസി ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാവില്ല അല്ലേ? ഇതൊന്ന് ഞാനിവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പതിപ്പിക്കട്ടെ. ഇതിവിടെ ബോയിൽ ആകുമ്പോഴാണ് ഞാനിവിടെ ചൈന ഗ്രാസിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മെൽറ്റ് ആവാൻ വേണ്ടി. ഓക്കെ, മെൽറ്റായിട്ട് നമുക്കിതൊന്ന് വഹിച്ച് കൊടുക്കണം പ്ലേറ്റിൽ. ജെല്ലി കൺസിസ്റ്റൻസി കിട്ടുന്നത് മെൽറ്റ് ആവുന്ന വരെ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ ചൈന ഗ്രാസിൻ്റെ താഴെട്ടാണ് ഫുള്ള് മെൽട്ടായിട്ടുണ്ട്, കണ്ടില്ലേ? മെൽട്ടായിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വേറെ പാത്രത്തിൽ വഹിച്ചിട്ടൊന്ന് തനിയാൻ വയ്ക്കുക. പിന്നെ ഞാനത് വഹിച്ചിട്ടൊന്ന് ജെല്ലി കൺസിസ്റ്റൻ്റ് ആവട്ടെ. ഓക്കെ, ഒന്ന് ഫാൻ ഇട്ടിട്ട് പോവാം. ഇതൊരു അരമണിക്കൂറിൽ തന്നെ നമുക്കിതൊന്ന് ജെല്ലി കൺസിസ്റ്റൻസിൽ കിട്ടും. അപ്പം നമുക്ക് ഒന്ന് ജെല്ലി കൺസിസ്റ്റൻസ് ആവട്ടെ. അപ്പോഴേക്ക് ഞാനിവിടെ വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പണിയല്ലേ. പിന്നെ വൈകുന്നേരം ഞാൻ ഫുള്ള് വീഡിയോ ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം നമുക്ക് പുറത്ത് പോകാനുണ്ടോ, ഒന്ന് ഫാമിലി ഹൗസ് പോകണം, ദർഗ പോകണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ എനിക്ക് അവിടെ പോയാൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഞാനാണ് ഡ്രൈവിങ് ചെയ്ത് പോകുന്നത്. ഒറ്റക്കല്ല, വേറെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇൻ കേസ് ഞാൻ ഡ്രൈവിങ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ മുഖം തന്നെ നോക്കാൻ മനസ്സിലായി എനിക്ക് എത്ര വന്ന് വർക്കില്ല കേട്ടോ. വർക്ക് എനിക്ക് തീരെ കിട്ടിയിട്ടില്ല. അതായത് ചെറിയ മോൾക്കും ഫീവർ ആയിരുന്നു. അങ്ങനെ ഓക്കെ, എനിവേ നമുക്ക് കാണാം കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടോ. ഓക്കെ, മതി. ഭയങ്കര കലിയ കൂക്കലിയ എന്താ കൂക്കലിയ ഇവിടെ കൂക്കലിയാവുന്നേ ഒരാളെ കൂവക്കലി കണ്ണാമുച്ചക്കാടെ കൂടെ കൂവക്കലിയ കണ്ണാമുച്ചക്കാടെ കൂടെ കൂവക്കലിയാവുന്നുണ്ടോ? അവിടെ ഒരു കുട്ടി, അവിടെ ഒരു കുട്ടി. കറണ്ട് പോയപ്പോലെ ഓരോ കലിയാണ്. വീട് വൃത്തികേടാക്കരുത്. ഫാൻ ഇട്ട് വെറുതെ അല്ല കറണ്ട് ബില്ല് പോയത്. സോ കറണ്ട് ഇല്ലേ, എന്താണെന്ന് അവസ്ഥ അറിയില്ല. എന്താ അറിയില്ല. ഇത് കൂവാക്കിയ പോലെ തന്നെ ആറില്ല ഇവിടെ. എല്ലാവരും അവരെ കാലം പോയി. ഇവിടെ ഇരുന്ന് കൂവ കൂട്ട് കേട്ടാ. ഇതാ മൈസ് ഇവിടെ ഉണ്ട്. കണ്ണ വെച്ച കടക്കട മൈസ് ഇവിടെ വെച്ചിരിക്കുന്ന ടേബിളിൻ്റെ അടിയിൽ. സജനേ എന്തിനാ പുറത്ത് വിട്ട് കൂവ കളിക്കുന്നേ? ടി വി നോക്കിയൂടെ? അതെ, ടി വി നോക്കിക്കൂടെ? എന്തിനാ ഓടി കളിക്കുന്നേ? കളിക്കണോ? കളിച്ചോട്ടാ. ഇപ്പം എല്ലാം ലൈറ്റ് ഇട്ടിട്ടാണ് ഇൻവെർട്ടറിൻ്റെ ലൈറ്റ് ചേർക്കണം. ഞാൻ വരുന്ന ടൈം കിട്ടില്ലായിരിക്കും മേ ബി. എല്ലാം ലൈറ്റ് ഇട്ടിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കറണ്ട് വരട്ടെ, അടിച്ചെടുക്കാം. ക്യൂബ്സ് പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യൂബ് സ്വീറ്റൊക്കെ ഒക്കെയാണ്. പുഡിങ് കുറച്ച് വെള്ളം അങ്ങനെ വന്ന് പുഡിങ് റെഡിയായി. ഇതൊന്ന് ഇങ്ങനെ സെർവ് ആക്കാം.